ഒരു ദിവസം നിങ്ങൾക്ക് ജർമ്മനിയിലെ ഒരു പുതിയ കമ്പനിയിൽ നിന്നാണ് ഓഫർ വരുന്നത്. സാലറി കൂടുതലാണ്, പൊസിഷൻ നല്ലതാണ്, കരിയർ ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾ പഴയ കമ്പനി വിട്ട് പുതിയ ജോലിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത്, നാളെ HR പറഞ്ഞാൽ മതി ഞാൻ ജോബ് വിടുകയാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ ജോബ് വിടാൻ കഴിയുമോ? നോട്ടീസ് പീരീഡ് എത്രയാണ്? വാട്സപ്പിൽ റെസിഗ്നേഷൻ അയച്ചാൽ മതിയോ, അതോ ഇമെയിൽ അയച്ചാൽ മതിയോ? പുതിയ കമ്പനിയിൽ ഉടനെ ജോയിൻ ചെയ്യാമോ? അതിനും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, സ്വയം ജോബ് റിസൈൻ ചെയ്താൽ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റിനെ അത് ബാധിക്കുമോ? ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണും. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ പഴയ ജോലിയിലും പുതിയ ജോലിയിലും പ്രശ്നങ്ങളുണ്ടാക്കാം. നമസ്കാരം, എല്ലാവർക്കും സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജിൻ. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, ഓവർ ടൈം, സാലറി സ്ലിപ്പ് എന്നിവയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് അതിൻ്റെ അടുത്ത ചാപ്റ്ററാണ് കുണ്ടികും, അഥവാ ജർമ്മനിയിൽ ജോലി അവസാനിപ്പിക്കുന്നത് എങ്ങനെ. പല ഇന്ത്യക്കാരും ജർമ്മനിയിൽ ആദ്യമായി ജോലി കിട്ടുമ്പോൾ കോൺട്രാക്റ്റ് വളരെ ശ്രദ്ധിച്ച് വായിക്കും. പക്ഷേ ജോലി വിടേണ്ട സമയത്ത് ആ കോൺട്രാക്റ്റ് വീണ്ടും തുറന്നു നോക്കാറില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്താണ് കുണ്ടികും? ആദ്യം വളരെ ലളിതമായി മനസ്സിലാക്കാം. കുണ്ടികും എന്നത് എംപ്ലോയ്മെൻറ്റ് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതിനുള്ള ടെർമിനേഷൻ ആണ്. നിങ്ങൾ തന്നെ ജോലി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിനെ എംപ്ലോയിയുടെ കുണ്ടികും എന്ന് പറയും. എംപ്ലോയർ ജോലി അവസാനിപ്പിക്കുമ്പോൾ അതും കുണ്ടികും തന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെയും നിയമപരമായ സാഹചര്യങ്ങൾ ഒരുപോലെ ആകില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി ജർമ്മനിയിൽ ജോലി ചെയ്യുന്നില്ല എന്ന് കൊണ്ട് മാത്രം പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് അവസാനിക്കില്ല. സാധാരണ കുണ്ടികും എന്നത് എഴുതി തന്നെ നൽകണം. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയച്ച ടുമാറോ ഓൺവേർഡ്സ് ഐ ആം നോട്ട് കമ്മിങ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഒരു ശരിയായ വഴി എന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. എന്താണ് കുണ്ടികുങ്സ് ഫ്രിസ്റ്റ്, നോട്ടീസ് പീരീഡ്? ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കുണ്ടികുങ് ഫ്രിസ്റ്റ് അഥവാ നോട്ടീസ് പീരീഡ്. പലരും കരുതുന്നത് റെസിഗ്നേഷൻ കൊടുത്ത അടുത്ത ദിവസം മുതൽ ഞാൻ ഫ്രീ ആയി. അല്ല, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിലും ബാധകമായ നിയമങ്ങളിലും പറയുന്ന നോട്ടീസ് പീരീഡ് പാലിക്കേണ്ടി വരും. ജർമ്മൻ നിയമത്തിലെ പൊതുവായ നിയമപ്രകാരം എംപ്ലോയിയുടെ സാധാരണ നോട്ടീസ് പീരീഡ് 4 ആഴ്ചയാണ്. മാസത്തിലെ 15-ാം തീയതിയിലേക്കോ മാസാവസാനത്തിലേക്കോ. എന്നാൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ടാരിഫ് വെർട്രാഗ് വ്യത്യസ്ത വ്യവസ്ഥകൾ നൽകാറുണ്ട്. അതുകൊണ്ട് ജർമ്മനിയിൽ നോട്ടീസ് പീരീഡ് എപ്പോഴും 4 വീക്സ് ആണ്, 4 ആഴ്ച. പ്രോബസൈറ്റിൽ ഇതെന്താണ് വ്യത്യാസം? ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമാണിത്. പ്രോബസൈറ്റ്, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രോബ പീരീഡിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നോട്ടീസ് പീരീഡ് സാധാരണമായി എംപ്ലോയ്മെൻറ്റ് പീരീഡിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ജർമ്മൻ നിയമപ്രകാരം അംഗീകരിച്ച പ്രോബസൈറ്റിൻ്റെ കാലത്ത് പരമാവധി 6 മാസം വരെ സാധാരണമായി 2 ആഴ്ച നോട്ടീസ് പീരീഡ് ബാധകമാകാം. കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ടാരിഫ് വെർട്രാഗ് അനുസരിച്ച് പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ കോൺട്രാക്റ്റ് എപ്പോഴും നിങ്ങൾ ഓപ്പൺ ചെയ്യണം, അത് വായിക്കണം, പ്രോബസൈറ്റ് എന്ന വാക്ക് കണ്ടെത്തണം, അതിനടുത്തുള്ള കുണ്ടികുങ്സ് ഫ്രിസ്റ്റിനെ കുറിച്ച് വായിക്കണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് റെസിഗ്നേഷൻ നൽകാമെന്നുള്ളതാണ്. ഇത് മറ്റൊരു വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ HR നേരിട്ട് കണ്ട് ഞാൻ ജോലിയിൽ നിന്ന് ലീവ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ HR പറയും ഓക്കെ. ഇത്രയും കൊണ്ട് ഒരിക്കലും ഈ കാര്യം കഴിയില്ല. കുണ്ടികും സാധാരണമായി ഇൻ റൈറ്റിങ്ങിൽ നൽകണം. അതിനാൽ ഒരു പ്രോപ്പർ റിട്ടൺ കുണ്ടികും തയ്യാറാക്കണം. അതിൽ എംപ്ലോയ്മെൻറ്റ് അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമായിരിക്കണം. അത് എംപ്ലോയേഴ്സിന് ലഭിച്ച തീയതിയും പ്രധാനമാണ്. കാരണം കുണ്ടികും പ്രാബല്യത്തിൽ വരുന്നത് അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ അറിവിലേക്കോ നിയന്ത്രണത്തിലേക്കോ എത്തുന്ന സമയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ലെറ്റർ അയച്ചു എന്നതിലും പ്രധാനമാണ്
എംപ്ലോയറിന് അതിലെപ്പോൾ ലഭിച്ചു എന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഇമാജിൻ ചെയ്യാനായിട്ട് പറയാം. നിങ്ങളുടെ നോട്ടീസ് പീരീഡ് 4 ആഴ്ചയാണ്. നിങ്ങൾ പുതിയ കമ്പനിയോട് പറഞ്ഞു ഞാൻ അടുത്ത മാസം 1-ാം തീയതി ജോലി ചെയ്യാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. പഴയ കമ്പനിയിൽ നിങ്ങൾക്ക് അതുവരെ ജോലി ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിക്കും? 2 കമ്പനീസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. അതുകൊണ്ട് പുതിയ ജോബിൻ്റെ ജോയിനിങ് ഡേറ്റ് ഉറപ്പിക്കുന്നതിന് മുമ്പ് പഴയ കോൺട്രാക്റ്റിൻ്റെ നോട്ടീസ് പീരീഡ് ശ്രദ്ധിക്കണം. ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണെന്ന് തോന്നും, പക്ഷേ പലരും ഇവിടെ തന്നെയാണ് തോറ്റുപോകുന്നത്. ഇനിയൊരു ചോദ്യമാണ്, പുതിയ ജോബ് കിട്ടിയ ഉടനെ റിസൈൻ ചെയ്യണമോ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കമ്പനി നിങ്ങളോട് പറയുന്നു കൺഗ്രാജുലേഷൻസ് യു ആർ സെലക്റ്റഡ്. നിങ്ങൾ ഉടനെ പഴയ കമ്പനിക്ക് റെസിഗ്നേഷൻ കൊടുക്കുന്നു, പക്ഷേ പുതിയ ജോബിൻ്റെ കോൺട്രാക്റ്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വളരെ റിസ്കി സിറ്റുവേഷൻ ആകാം. പുതിയ എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധനകൾ വ്യക്തമായി മനസ്സിലാക്കാതെ പഴയ ജോലി ഒരിക്കലും ഉപേക്ഷിക്കരുത്, അല്ലെങ്കിൽ ഒഴിവാക്കാതിരിക്കുന്നതാണ് സുരക്ഷിതം. പ്രത്യേകിച്ച് സാലറി, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, പ്രോബസൈറ്റ്, വർക്കിംഗ് അവേഴ്സ്, ലൊക്കേഷൻ, നോട്ടീസ് പീരീഡ്, വിസ അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചതിന് ശേഷം വേണം നിങ്ങൾ ജോബ് ചേഞ്ചിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുന്ന പലർക്കും മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവും. ജോബ് ചേഞ്ച് ചെയ്ത എൻ്റെ റെസിഡൻസ് പെർമിറ്റിന് എന്ത് സംഭവിക്കും? ഇത് എല്ലാവർക്കും ഒരേ രീതിയിൽ പറയാൻ കഴിയില്ല. നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. വർക്ക് പെർമിറ്റ് ആണോ, EU ബ്ലൂ കാർഡാണോ, മറ്റേതെങ്കിലും റെസിഡൻസ് ടൈറ്റിലാണോ? അതിനാൽ ജോബ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ ആവശ്യകതകൾ പരിശോധിക്കുക. എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് മാറ്റുന്നത് മാത്രം ഒരു സിമ്പിൾ HR ഡിസിഷൻ ആയിട്ട് കാണരുത്. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസും പരിഗണിക്കണം. ഇനിയാണ് ജോബ് സ്വയം ഉപേക്ഷിച്ചാൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ളത്. ഇവിടെയാണ് പലരും അറിയാത്ത ഒരു കാര്യം. നിങ്ങൾ സ്വമേധയാ ജോബ് വിട്ട് അൺഎംപ്ലോയിഡ് ആകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആർബൈറ്റ്സ് ലോ സ്കിൽ സംബന്ധിച്ച് പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാകാമോ? ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അത് ഉണ്ടാകാറുണ്ട്. ബുണ്ടസ് മിനിസ്റ്റീരിയം ഫോർ ആർബൈറ്റ് und സോഷ്യാലിസ് പറയുന്നതനുസരിച്ച് ഒരു പ്രധാന കാരണമില്ലാതെ സ്വന്തം എംപ്ലോയ്മെൻറ്റ് അവസാനിപ്പിച്ചാൽ സ്പേസ് ആയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഒരു കാലയളവിൽ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് തടയപ്പെടാം. അതുകൊണ്ട് ജോബ് ഇഷ്ടമല്ല, റിസൈൻ ചെയ്യുവാണ്, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടും എന്നൊരു സിമ്പിൾ ഫോർമുലയില്ല. നിങ്ങളുടെ സാഹചര്യവും റെസിഗ്നേഷൻ്റെ കാരണവും നിയമപരമായ സാഹചര്യങ്ങളും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആർബൈറ്റ്സോയിഗ്നസ് ഒരിക്കലും മറക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് ആർബൈറ്റ്സോയിഗ്നസ്. ജോബ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് സർട്ടിഫിക്കറ്റാണിത്. നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ നാച്ചുറൽ ഡ്യൂറേഷൻ എന്നിവ ഉൾപ്പെടുന്ന സോയിഗ്നസ് ആവശ്യപ്പെടാനുള്ള അവകാശം നിയമത്തിലുണ്ട്. ആവശ്യപ്പെട്ടാൽ പെർഫോമൻസ് ആൻഡ് കണ്ടക്ട് അനുസരിച്ച് വിവരങ്ങൾ ഉൾപ്പെടുന്ന ക്വാളിഫൈഡ് സോയിഗ്നസ് ലഭിക്കാം. ഇത് ഭാവിയിലെ ജോബ് ആപ്ലിക്കേഷനിൽ ഉപയോഗപ്രദമായേക്കാം. അതുകൊണ്ട് ജോബ് വിടുമ്പോൾ എൻ്റെ അടുത്ത ജോബ് മാത്രം നോക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നിങ്ങളുടെ കരിയർ റെക്കോർഡ് കൂടി നോക്കണം. ജർമ്മനിയിൽ ജോലി വിടുമ്പോൾ ചിലർ ചെയ്യുന്ന 5 മിസ്റ്റേക്കുകളെ കുറിച്ച് പറയാം. ഒന്നാമത് കോൺട്രാക്റ്റ് വായിക്കാതെ സൈൻ ചെയ്യുന്നത്, രണ്ടാമത്തത് നോട്ടീസ് പീരീഡ് പരിശോധിക്കാത്തത്, മൂന്നാമത്തത് വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുന്നത്, നാലാമത്തത് പുതിയ ജോബ് ഉറപ്പാക്കുന്നതിന് മുമ്പ് പഴയ ജോലി ഉപേക്ഷിക്കുന്നത്, ആൻഡ് അഞ്ചാമത്തത് റെസിഡൻസ് പെർമിറ്റിൻ്റെ സാഹചര്യം പരിശോധിക്കാത്തത്. ഒരു കാര്യം ഓർക്കുക, ജോബ് ചേഞ്ച് ചെയ്യുന്നത് ഒരു ഇമോഷണൽ ഡിസിഷൻ ഒരിക്കലും ആകരുത്. അതൊരു പ്ലാൻഡ് ഡിസിഷൻ ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിൽ ജോലി വിടാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഓപ്പൺ ചെയ്ത് കുണ്ടിങ്സ്ഫ്രിസ്റ്റ് നോക്കണം. പ്രോബസൈറ്റ് ആണോ എന്ന് നോക്കണം. യൂഷ്വലി 6 മാസം 1 വർഷമൊക്കെ പ്രോബസൈറ്റ് കൊടുക്കുന്നുണ്ട്. പുതിയ ജോബിൻ്റെ കോൺട്രാക്റ്റ് ഉറപ്പാക്കണം. റെസിഡൻസ് പെർമിറ്റിൻ്റെ ഇംപ്ലിക്കേഷൻ പരിശോധിക്കണം. അതിനുശേഷമാണ് പ്രോപ്പർ റിട്ടേൺ കുണ്ടിങ്ങും നൽകേണ്ടത്. ഇത് ചെറിയൊരു ജോലി മാറ്റം പോലെ തോന്നാം, പക്ഷേ നിങ്ങളുടെ ജർമ്മൻ കരിയറിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട
ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ജർമ്മനിയിൽ ജോലി കിട്ടുന്നത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പക്ഷേ എപ്പോഴും ജോബ് വിടണം, എങ്ങനെ ജോബ് വിടണം, എന്ത് ഡോക്യുമെൻ്റ് വാങ്ങണം, എത്ര നോട്ടീസ് പീരീഡിൽ നൽകണം, ഇവയും അറിയുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ജർമ്മനിയിലെ സ്വന്തം കരിയർ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇമോഷൻസ് കൊണ്ട് റിസൈൻ ചെയ്യരുത്, കോൺട്രാക്റ്റ് വായിച്ച് റിസൈൻ ചെയ്യണം. ഒരു പുതിയ ജോബ് നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാം, പക്ഷേ തെറ്റായ രീതിയിലുള്ള റെസിഗ്നേഷൻ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മനി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ നേഴ്സാണ് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങൾ നോക്കുന്നുണ്ട് എന്നെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റി ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ഇൻഫർമേഷനും അവിടെ കിട്ടും. അതേപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് സ്ലോട്ടുകളുടെ അവൈലബിലിറ്റിയും ആ ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാം അത് ജോയിൻ ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്കുള്ള എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് കിട്ടും. സോ ലിങ്ക് ഈസ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് അഫ്റ്റർ സെയിം ആൻഡ് ഗോഡ് ബ്ലസ് യു.